എങ്ങോട്ടാ പോണേ? ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ടാ പോണേന്ന് മര്യാദക്ക് ചോദിച്ചതിന് മറുപടി പറഞ്ഞു. പണ്ടത്തെ പോലെ താങ്ങി നടക്കാൻ കൈലാസാറില്ല. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയ? നിന്റെ കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചാലും ആരും ചോദിക്കാൻ വരില്ല. സാർ എന്നെ തല്ലിയാലും അത് വലിയ വിഷയമല്ല. സാറ് പോസ്റ്റിലും പ്രായത്തിലും എന്നെക്കാളും സീനിയറാ. പക്ഷേ ഞാൻ സാറിനെ തല്ലിയാലോ? തല്ല് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ സാറങ്ങ് പേടിച്ചല്ലോ. അത് നല്ലതാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സാറിനെ തല്ലിയാ പിന്നെ സാറിനെ ഇവിടെ ജോലി ചെയ്യുന്നവരെ പേടിക്കുന്നത് പോയിട്ട് ഒന്ന് ബഹുമാനിക്കുക പോലുമില്ല. അതുകൊണ്ട് എന്റെ ക്ഷമ പരീക്ഷിക്കാതിരിക്കുന്നതാണ് സാറിന് നല്ലത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ജോലി തുടങ്ങാൻ സമയമായി. നീ എങ്ങോട്ടാ പോണേന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ കൈലാഷ് സാറിനെ കാണാൻ പോവുക. കൈലാഷ് സാറിനെ കാണാൻ? സ്റ്റാഫുകൾക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. നിന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് കടത്തിവിടാൻ ഒരു സാധ്യതയും. കൈലാഷ് സാർ ഇപ്പോ നിന്നെ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. അദ്ദേഹം കൊല്ലാൻ പോകുന്നത് എന്നെയല്ലേ? അത് ഞാനങ്ങ് സഹിച്ചോളാം. അല്ലെങ്കിലും എനിക്ക് സാറിന്റെ സമൂഹത്തിന്റെ ആവശ്യമില്ല. ഇവനെ കൊണ്ട് വല്ല ശല്യായില്ലോ. മുക്തമാടത്തിനെ വിളിച്ച കാര്യം പറയും. എന്താ കരുണാകരൻ? മാഡം, ആ പ്രിയ ഞാൻ പറഞ്ഞത് കേൾക്കാതെ കൈലാസ് സാറിനെ കാണാൻ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പ്രിയൻ എന്തിനാ കൈലാഷിനെ കാണാൻ വരുന്നത്? കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വീണ്ടും ഒട്ടാനായിരിക്കുന്നേ. അവനെ ഓഫീസിന്റെ മുന്നിൽ വെച്ച് സെക്യൂരിറ്റിനെ വെച്ച് തടയണം മാഡം. അവര് തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറിയാലേ നമ്മുടെ കാര്യം കഷ്ടത്തിലാവൂട്ടാ. അവര് പരസ്പരം വെറുത്ത് നിൽക്കുമ്പോഴേ നമ്മൾക്ക് ഈ കമ്പനി നിയന്ത്രിക്കാൻ പറ്റൂ. ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. പ്രിയൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. മുക്തയും കരുണാകരനും പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. പ്രിയൻ ചേട്ടനെ തിരിച്ചു വിളിക്കുന്ന നല്ലത്. എന്താ പറയാ? എനിക്ക് കൈലാഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്നാ വാ. പ്രിയൻ എന്താ ഇവിടെ കാര്യം? എനിക്ക് കൈലാഷ് സാറിനെ ഒന്ന് കണ്ട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇതൊരു ഓഫീസാണ്. ഇവിടെ പേഴ്സണലായുള്ള സംസാരങ്ങളൊന്നും വേണ്ട. പിന്നെ പ്രിയൻ ഒഫീഷ്യലായ കാര്യങ്ങൾ പോലും കൈലാഷുമായി ഡിസ്കസ് ചെയ്യരുത്. നിന്റെ മുഖം പോലും കൈലാഷ് കാണാൻ ആഗ്രഹിക്കുന്നില്ല. വെറുതെ കൈലാഷിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഓരോന്ന് ചെയ്യരുത്. യു മേ ഗെറ്റ് ഔട്ട്. മാഡം പ്ലീസ്, ഒരേ ഒരു തവണ എനിക്ക് കൈലാഷ് സാറിനോട് സംസാരിക്കണം. മാഡം അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം പോവാൻ പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പൊയ്ക്കോളാം. പ്രിയൻ, ഒരു തവണ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാഡം, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മാഡം ഒന്ന് സഹായിക്കണം പ്ലീസ്. ഒരു 5 മിനിറ്റ് മതി. പ്രിയൻ, നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? പ്രശ്നം ഉണ്ടാക്കണ്ട. വാ പ്രിയ. സാർ, സാർ ഒന്ന് പുറത്തേക്ക് വരുമോ? മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. പ്രിയ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണം. കൈലാഷ് സാർ, സാർ ഒന്ന് പുറത്തേക്ക് വരുമോ? സാർ എനിക്കൊന്ന് സംസാരിക്കണം. സാർ പ്ലീസ്. സാർ, സാർ പ്രിയ വാ. പ്രിയ പ്ലീസ് വാ. സാർ, സാർ ഒന്ന് പുറത്തേക്ക് വരുമോ? മുക്ത, സാർ എന്താ അവിടെ ഒരു ബഹളം? നത്തിങ് കൈലാഷ്, ഞാൻ ദാ വരുന്നു. ഇവനെ ഒരു കാരണവശാലും അകത്തേക്ക് വിടരുത്. കൈലാഷ് സാർ ഒന്ന് പുറത്തേക്ക് വരുമോ പ്ലീസ്? പ്രിയ വാ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. കൈലാഷ് സാർ, വാ. സാർ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ പുറത്തൊരു ബഹളം? സാർ പ്ലീസ്. കൈലാഷ് പുറത്തേക്ക് വരണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ആരാ പുറത്ത് ബഹളം വെക്കുന്ന? ആരുമില്ല, നീ ഇവിടെ ഇരിക്കെ. കൈലാഷ് സാർ, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരുമോ? വാ, നമുക്ക് പുറത്തേക്ക് പോകാം. സാർ ഒന്ന് വരുമോ? സാർ പ്ലീസ്. സാർ അത് പ്രിയനാണോ? യെസ്, അവന് കൈലാഷിനോട് എന്തോ സംസാരിക്കണമെന്നാ പറയുന്നേ.
അവനോട് അവിടുന്ന് പോവാൻ പറ. സർ ഒരു മിനിറ്റ്. ഞാൻ സെക്യൂരിറ്റിയോട് അവനെ പുറത്താക്കാൻ പറഞ്ഞു കഴിഞ്ഞു. പോണം സർ. യു ജസ്റ്റ് റിലാക്സ് കൈലാഷ്. കൈലാഷ് സർ. പ്രിയ സാർ ഒന്ന് വന്നേ. ഒന്ന് വാ പ്രിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സാർ സർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സർ. നീ കാരണം എന്റെ ജോലിയുടെ പോവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാതെ പോവില്ല. കൈലാഷ് സാർ. പ്രിയ പറയുന്നൊന്ന് കേക്ക്. സർ സർ പ്ലീസ് സർ. അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കെന്നറിയില്ല. അവനെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് പോവാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് ജയിലിൽ പോകും. കൈലാഷ്, ഒന്ന് പുറത്തേക്ക് നീ വരണം സർ. എന്തൊക്കെയാ പറയുന്നേ? കൂൾ ഡൗൺ. ഞാൻ പ്രിയനോട് സംസാരിക്കാം. കൈലാഷ് സാർ. നീ സംസാരിച്ചൊന്നും അവൻ അടങ്ങില്ല. അവനെ ഇന്ന് ഞാൻ കൊല്ലും. കൈലാഷ്, സർ സർ ഒന്ന് പുറത്ത്